കേക്കൊക്കെ പാക്ക് ചെയ്ത് ഇനി അത് കൊണ്ടു കൊടുക്കാൻ പോകുന്നവിടെ കാണണ്ടേ? സ്ക്രോൾ ചെയ്ത് പോകരുതേ, ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് പോകുന്ന വഴിക്ക്, അതോടെ കാണിക്കാം. ഹസ്ബൻഡും കൊണ്ട് കേക്ക് കൊടുത്തോളാന്നാ പറഞ്ഞേ. കിട്ടിയതക്കം പാഴാക്കാതെ ഞാനും അങ്ങ് കൂടെ കയറി. പുളിയമലയിന്ന് കട്ടപ്പന വരെ നല്ല വളവാണ് കേട്ടോ. ഇത് കട്ടപ്പന എത്തുന്നതിന് മുന്നേ ഉള്ളൊരു വ്യൂ ആണേ. ഇവിടെ നിന്ന് താഴത്തോട്ട് പോകും തോറും കട്ടപ്പന സിറ്റി ഫുള്ള് കാണാൻ പറ്റുവേ. കേക്കൊക്കെ ഡെലിവറി ചെയ്തതിന് ശേഷമേ എന്നാ വീട്ടിലോട്ട് തിരിച്ചാലോ എന്ന് ഹസ്ബൻഡിന്റെ ചോദ്യവും. എനിക്ക് എന്നാന്നറിയത്തില്ല, വീട്ടിൽ നിന്ന് എന്നാ കഴിച്ചാലും പുറത്തോട്ടിറങ്ങി അപ്പടി വിശപ്പാ. മിക്സഡ് ഫ്രൈഡ് റൈസ് കഴിക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞതേ കെട്ടിയവന് കാര്യം മനസ്സിലായി. ഒരു 11 മണി സമയം ആയപ്പോഴാണ് കേട്ടോ കേക്ക് ഡെലിവറി ചെയ്തത്. ആ സമയത്ത് കട്ടപ്പനയിലെ ഒരു ഹോട്ടലിലും മിക്സഡ് ഫ്രൈഡ് റൈസ് ആയിട്ടില്ലായിരുന്നേ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വെള്ളയാംകുടിക്ക് വണ്ടി വിട്ടു. അവിടെ ചെന്നപ്പം ആ സമയത്ത് തന്നെ എല്ലാ ഫുഡും ആയിട്ടുണ്ടായിരുന്നേ. ഞാൻ മിക്സഡ് ഫ്രൈഡ് റൈസും ഹസ്ബൻഡ് ബിരിയാണിയാണ് കഴിച്ചത്. നമ്മൾ മുൻപ് ഒരു 2-3 വട്ടം ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് നല്ലതാണെങ്കിലല്ലേ നമ്മൾ പിന്നെയും പിന്നെയും വരുവുള്ളൂ. ഫുഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല, നല്ല ഫുഡാണ്, നല്ല നീറ്റാണ്. 2 സെക്ഷനായിട്ടാണ് ഇവർ തിരിച്ചേക്കുന്നത്. കയറി വരുമ്പോൾ ഒരു ഹാള്, അകത്തോട്ടും അത്യാവശ്യം ഒരു വലിയ ഏരിയ ഉണ്ടേ. അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. കറക്റ്റ് ഇതിന്റെ ലൊക്കേഷൻ പറയുവാണെങ്കിൽ വെള്ളയാംകുടിയിലെ ഹൈ റേഞ്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ചും കൂടെ മുമ്പിലോട്ട് വന്നു കഴിയുമ്പോൾ ഇടതുവശത്തായിട്ടാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. കട്ടപ്പനയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഫുഡ് കഴിക്കാൻ ഹോട്ടൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.